ഹലോ ഗായ്സ്, വേണ്ട വേണ്ട കുറച്ച് ഓറായി പോയില്ലേ. ഹലോ ഗായ്സ്, ഞാൻ ഈ കിടന്ന് നൃത്തം കളിക്കുന്ന വേറൊന്നുമല്ല കേട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഒരു വീഡിയോ ഉണ്ട്. വീഡിയോ എന്താ, സ്മൈൽ പൊട്ടറ്റോ ഉണ്ടാക്കിയില്ല ഞാൻ ഇപ്പം ചത്തു എന്നുള്ളൊരു രീതിയിലായിട്ട് ഞങ്ങൾ പുറത്തുനിന്നൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ച് ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറേ ഒരുപാട് പൈസ ആവും. ഇപ്പോൾ കിഴങ്ങ് വീട്ടിലുണ്ട്, അപ്പോൾ ഏതായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങ് വേവാൻ വെച്ചിട്ട് ഞാനൊരു 10 മിനിറ്റ് ഒന്നും വേണ്ട, 2-3 വിസിൽ പോയപ്പോഴത്തേക്കും റെഡി ആയിട്ട്. ഒരുപാട് അങ്ങോട്ട് ഉരുളക്കിഴങ്ങ് വെന്ത് കൊണ്ടിട്ട് അത് ഒരുപാട് വെന്ത് വയ്ക്കാൻ ഒരു രസവും ഉണ്ടാവില്ല, കുഴക്കാനും പാടായിരിക്കും, കയ്യിലൊട്ടി പിടിച്ച് ആ ദിവസം അങ്ങോട്ട് പോയി കിട്ടും. മൂട് പോയില്ലേ, വേണ്ട വേണ്ട തിരിച്ചു തരാം. അപ്പോൾ നല്ലോണം അങ്ങോട്ട് ഉരുളക്കിഴങ്ങിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി വേണ്ട, ഗരം മസാലപ്പൊടി, ഉപ്പ് ഇട്ട് കോൺഫ്ലവറും ഇട്ടിട്ട് നല്ലോണം കുഴക്കാം. പക്ഷേ ഈ വീഡിയോയിൽ കുരുമുളക് പൊടി മാത്രമേ ഇടണുള്ളൂ കേട്ടോ. പക്ഷേ എനിക്ക് ചെറിയ എരിവോടെ കഴിക്കണേട്ടോ എനിക്കിഷ്ടം. എനിക്ക് നല്ല ഇവിടെ എല്ലാവർക്കും എരിവോടെ കഴിക്കണേ ഇഷ്ടം. അപ്പോൾ ഇതാ സ്മൈൽ പൊട്ടറ്റോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഗൗരവമുള്ളൊരു പൊട്ടറ്റോ ഉണ്ടോ എനിക്ക് കിട്ടിയത്. അങ്ങോട്ട് വരണില്ല, ഞാനും അഡ്ജസ്റ്റ് ചെയ്യണില്ല, അതും അഡ്ജസ്റ്റ് ചെയ്യണില്ല. അപ്പോൾ എന്താ ചെയ്യുക, അങ്ങോട്ടേക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ ഞാനങ്ങനെ ഉണ്ടാക്കി. പക്ഷേ കണ്ണും മൂക്കും വായൊക്കെ അങ്ങോട്ട് ഒന്നൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കുത്തി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ഉണ്ടായാൽ മതിയല്ലോ, രൂപം എങ്ങനെയായിരിക്കും, എനിക്ക് ടേസ്റ്റ് ഉണ്ടായാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചിട്ട് പാനിൽ ചൂടാകുമ്പോഴത്തേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കറുമുറു ആയിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈ കിട്ടും. നമുക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കണേക്കാട്ടും കുറച്ചും കൂടി ഇങ്ങനെ വീട്ടിലുണ്ടാക്കി കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. നല്ലോണം അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അധികം ടൈമും ഇല്ല കേട്ടോ, വേഗം തന്നെ ഇങ്ങനെ ആവും. പിന്നെ ഒരുപാട് എണ്ണ കുടിക്കുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് നല്ലോണം പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടിഷ്യൂ പേപ്പറിലൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ എടുക്കാം. എനിക്ക് അതിനുള്ള ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം തന്നെ ആ പാനിന് പാത്രത്തിലോട്ട് മാറ്റി അങ്ങോട്ട് തിന്നാന്ന് ഓർത്തിട്ട്. എനിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് അങ്ങോട്ട് തിന്നാൻ കൊതിച്ചിട്ട് വയ്യ കേട്ടോ. എങ്ങനെയെങ്കിലും ഇതൊന്ന് റെഡിയായി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാനിരുന്നത്. അപ്പോൾ ഇതായ ഫൈനലി പൊട്ടറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സ്മൈൽ പൊട്ടറ്റോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, കാരണം സ്മൈലൊന്നും അതിൽ കാണില്ല, എന്നാലും വേണ്ടില്ല, നമുക്ക് രൂപമൊന്നും വലിയ വിഷയമില്ല. പാത്രത്തിലോട്ട് മാറ്റാം. വേണമെങ്കിൽ സോസൊക്കെ ഒഴിച്ച് നിങ്ങൾക്ക് തിന്നാട്ടോ. എനിക്ക് മയോണീസാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ സോസ് എടുക്കുന്നില്ലെങ്കിൽ തീരെ ഇഷ്ടമല്ല. അങ്ങനെ സോസ്, എനിക്ക് മയോണീസാണ് ഇഷ്ടം. ഒരു വായിക്ക് അടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, ഒടുക്കത്തെ പൊള്ളലേട്ടാ. എന്നാൽ അന്നകാണ്ടം വരെ പൊള്ളിപ്പോയി തോന്നുന്നു. എന്നാലും വേണ്ടില്ല, ഞാൻ ആ ചൂടോടെ തന്നെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയാണ്. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.